ഹലോ IT ആസ്പിരൻസ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫിറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക്, AC ആൻഡ് റെഫ്രിജറേഷൻ, വെൽഡർ, മെഷീനിസ്റ്റ്, ഇലക്ട്രിക്കൽ, ടർണർ, ഗ്രൈൻഡർ, ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കൽ, ഡ്രോട്ട്സ്മാൻ സിവിൽ ട്രേഡുകാർക്കാണ് വേക്കൻസി ഉള്ളത്. ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ഫിറ്റർ, ഇലക്ട്രോണിക് മെക്കാനിക്, ഡ്രോട്ട്സ്മാൻ മെക്കാനിക് എന്നീ ട്രേഡുകാർക്ക്, കാരണം വേക്കൻസി കൂടുതലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വേക്കൻസിയുടെ വിവരങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിനൊക്കെ മുമ്പായിട്ട് നിങ്ങളൊരു IT ആസ്പിരൻസോ അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റിയലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇനി നമ്മൾ ഒരുപാട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും അതിൻ്റെ സിലബസുകളും എല്ലാം തന്നെ ഈ ചാനൽ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഫിറ്റർ ട്രേഡ് തന്നെ എടുക്കാം. ഫിറ്റർ ട്രേഡിൽ ടോട്ടലായിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസി 22 ആണ്. ഇതിനകത്ത് UR അൺറിസർവ്ഡിൽ 10 വേക്കൻസി ഉണ്ട്. ഈ അൺറിസർവ്ഡ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്ക് SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അത്തരത്തിൽ 10 വേക്കൻസി ഉണ്ട്. പിന്നെ OBC-ക്കാർക്ക് വേണ്ടിയിട്ട് 6 വേക്കൻസിയും, SC-ക്കാർക്ക് മാത്രമായിട്ട് 3 വേക്കൻസിയും, ST-ക്കാർക്ക് വേണ്ടിയിട്ട് 1 വേക്കൻസിയും, EWS-ന് വേണ്ടിയിട്ട് 2 വേക്കൻസിയുമാണ് ഉള്ളത്. അപ്പം ഞാൻ പറയുന്ന എല്ലാ ട്രേഡുകാർക്കും അവരുടെ കയ്യിൽ ഉണ്ടാകേണ്ട സർട്ടിഫിക്കറ്റ് NCVT-യുടെ ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, NDC അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. സോ NCVT ITI സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സോ അതിന് തത്തുല്യമോ SSCയോ ഒക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. SSC ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ്സോ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ PDF ഞാൻ നിങ്ങൾക്ക് തരാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ ചെല്ലുക, പവർ ഓഫ് IT എന്ന് സെർച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഈ PDF അതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. ഇനി ഇലക്ട്രോണിക് മെക്കാനിക്കിന് 12 വേക്കൻസികളാണുള്ളത്. അതിൽ അൺറിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് 7 വേക്കൻസി, OBC 2 വേക്കൻസി, SC 2 വേക്കൻസി, EWS 1 വേക്കൻസി. സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന പോലെ NCVT-യുടെ IT സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സോ അതിന് തത്തുല്യമോ വേണ്ടത്. AC ആൻഡ് റെഫ്രിജറേഷനിൽ അൺറിസർവ്ഡിന് 1 വേക്കൻസിയാണ്. സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ പോലെ AC ആൻഡ് റെഫ്രിജറേഷനിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVT-യുടേതാണ് വേണ്ടത്. വെൽഡറിന് അൺറിസർവ്ഡിന് 1 വേക്കൻസി, OBC 1 വേക്കൻസി. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെൽഡറിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അതാത് ട്രേഡിലുള്ളതാണ് വേണ്ടത്. മെഷീനിസ്റ്റിന് അൺറിസർവ്ഡിന് 1 വേക്കൻസിയാണുള്ളത്. ഇലക്ട്രിക്കലിന് അൺറിസർവ്ഡിന് 2 വേക്കൻസി, SC 1 വേക്കൻസി. ടർണർ അൺറിസർവ്ഡിന് 1 വേക്കൻസി, ഗ്രൈൻഡറിന് അൺറിസർവ്ഡിന് 1 വേക്കൻസി. ഇനി അതുപോലെ തന്നെ ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കൽ, ടെക്നീഷ്യൻ B ഡ്രോട്ട്സ്മാന്റെ വേക്കൻസിയാണ് പറയുന്നത്. ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കലിന് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 9 ആണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് 5 വേക്കൻസികളോളം ഉണ്ട്. 5 വേക്കൻസി എന്ന് പറഞ്ഞാൽ നല്ല വേക്കൻസി തന്നെയാണ്. OBC-ക്ക് 2 വേക്കൻസി, SC 1 വേക്കൻസി, EWS-ന് 1 വേക്കൻസിയാണുള്ളത്. സോ ഡ്രോട്ട്സ്മാൻ സിവിലിന് ഡ്രോട്ട്സ്മാൻ സിവിൽ അൺറിസർവ്ഡ് 1 വേക്കൻസി, OBC 2 വേക്കൻസി, SC 1 വേക്കൻസി. ഇത്തരത്തിലാണ് വേക്കൻസിയുടെ ആ ക്രമം എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ടെക്നീഷ്യൻ B ഡ്രോട്ട്സ്മാൻ B അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ SSLC, SSC, മെട്രിക്കുലേഷൻ പാസ് ഇവയിൽ ഏതെങ്കിലും, അതിൻ്റെ ഒപ്പം IT, NDC, NAC ഇതിൽ ഏതെങ്കിലും NCVT-യിൽ നിന്നും ഉള്ളത് വേണം. ഓക്കെ, സോ അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്, സാലറിയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ലെവൽ 3 ആയിരിക്കും. അതായത് 21,700 മുതൽ 69,100 വരെ. കൂടുതൽ ഡീറ്റെയിൽസ് PDF-ലുണ്ട്. സോ ഡ്രോട്ട്സ്മാൻ B-യിലും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ജനറലിന്. ഇനി മറ്റ് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും, അത് ഞാൻ പ്രത്യേകം ഇതിനകത്ത് എടുത്തു പറയാം. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് SC ST കാൻഡിഡേറ്റിന് 5 വയസ്സ് ഏജ് റിലാക്സേഷൻ, അതായത് 35 + 5 40. OBC കാൻഡിഡേറ്റ്സിന് അപ്പർ ഏജ് ലിമിറ്റ് +3 ഇയർ ആണ്. 35 + 3 38 വയസ്സ് വരെയും അവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. ഓക്കെ, അതെങ്കിലും മിനിമം നോക്കുക. ഇത് 35ഓളം പേജുള്ള PDF ആണ്, അതെങ്കിലും മിനിമം നോക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഹൗ ടു അപ്ലൈ, അപ്ലിക്കേഷൻ അയക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് 19/9/2024 മുതൽ 9/10/2024 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കണം. ആപ്ലിക്കേഷൻ ഫീ ഒക്കെ വരുന്നുണ്ട്. എങ്ങനെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ അയക്കാമെന്ന് ഇതിനകത്ത് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്.
ഇതിനകത്ത് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഫീ, അതായത് നമ്മളിപ്പോൾ ITI കാൻഡിഡേറ്റ്സിന് വരുന്ന ഫീ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 400 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്, അതേ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഗേൾസ്, വുമൺ, SC ST PWD എക്സ് സർവീസ് മാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് മുഴുവനായിട്ട് റീഫണ്ട് ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ബിയിലെ എക്സാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന്റെ എക്സാം ആണ്. ടെക്നീഷ്യൻ ബി 2 എക്സാമുകളാണ്, ഡ്രോട്ട്സ്മാൻ ബി 2 എക്സാമുകളാണ്. അതൊന്നെന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റും 2 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റുമാണ്. സോ റിട്ടൺ ടെസ്റ്റിന്റെ സിലബസ് നമ്മുടെ കരിക്കുലം ബേസ്ഡ് ആണ്. നിങ്ങളുടെ ട്രേഡ് തിയറി മാക്സിമം നന്നായിട്ട് പഠിക്കുക. മെഷീനിസ്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് 29 രൂപ പേയ്മെന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് തരുന്നതാണ്. ടർണറിന്റെയും പേയ്മെന്റ് ചെയ്താൽ നൽകുന്നതാണ്. എനിവേ അതുപോലെ തന്നെ വെൽഡറിന്റെ ഒരു 200 രൂപയുടെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ആക്കുന്നതാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി ഡ്രോട്ട്സ്മാൻ വിയും ഇതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ആണുള്ളത്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രേഡ് പരമായിട്ടുള്ള നമ്മുടെ സ്കിൽ ടെസ്റ്റ് ആണ്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ 2 ടെസ്റ്റുകളാണ്. ട്രേഡ് തിയറിയിൽ നിന്നും സെലക്ട് ചെയ്ത് ആദ്യം റിട്ടൺ ടെസ്റ്റിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ വളരെ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രയൊക്കെയാണ്. റിട്ടൺ ടെസ്റ്റ് എക്സാം സെന്റർ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ട്. എല്ലാവരും ഫസ്റ്റ് തിരുവനന്തപുരം, കേരളത്തിലെ തിരുവനന്തപുരം തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 5 സിറ്റീസ് ഇതിനകത്ത് പ്രിഫറൻസ് കൊടുക്കാം. ആദ്യം കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെ കൊടുക്കാം, നിങ്ങൾ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന പോലെ NCBT എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 9/10/2024 ലാസ്റ്റ് ആപ്ലിക്കേഷൻ അയക്കുന്ന തീയതിക്കും അകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ 9/2024 മുതൽ 9/10/2024 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ്. നോട്ട് ചെയ്ത് വെച്ചോളുക. എല്ലാവരും ആപ്ലിക്കേഷൻ അയച്ച് നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒന്ന്. അതായത് ട്രേഡ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ നിമിയുടെ ട്രേഡ് തിയറി പുസ്തകം നന്നായിട്ട് പഠിക്കുക. പിന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, അതിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുണ്ടായിരിക്കും, കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സിലബസ് ഉണ്ടായിരിക്കും. അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമാണെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.